വെയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്രാഗ്രൻസ് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരുന്നത്. ഈ ഒരു സമ്മറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ, നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു ഫ്രാഗ്രൻസ് ആയിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ സമ്മറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഫ്രാഗ്രൻസ് ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം? ഞാൻ പറയാം. ഫ്രഷ് ടൈപ്പ് നോട്ട്സ് വരുന്ന, അതല്ലെങ്കിൽ അക്വറ്റിക് നോട്ട്സ് വരുന്ന, അതല്ലെങ്കിൽ ലെമണി നോട്ട് വരുന്ന, അതല്ലെങ്കിൽ സിട്രസ് നോട്ട്സ് വരുന്ന ഫ്രാഗ്രൻസുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു സമ്മറിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ മിക്കവാറും ആളുകൾ അത്തരം ഫ്രാഗ്രൻസുകളായിരിക്കാം ഉപയോഗിക്കുന്നത്. അത്തരം ഫ്രാഗ്രൻസുകൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഞാൻ ഈ സജസ്റ്റ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പുറത്തൊക്കെ പോകുന്ന നേരം നമ്മളുണ്ടാകുന്ന വേർപ്പ്, അല്ലെങ്കിൽ നമുക്ക് ആകെ ടയേർഡായിരിക്കും. ഈ ഒരു ടയേർഡായിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്കൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഫ്രാഗ്രൻസുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ പുറത്തൊക്കെ പോകുന്ന നേരം നന്നായിട്ട് വേർത്ത് നമ്മൾ ഓഫീസിലോട്ട് തിരികെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്രാഗ്രൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഫ്രഷ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ അതിലൂടെ നമുക്ക് എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇത്തരം ഫ്രാഗ്രൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരം ഫ്രഷ് ഫ്രാഗ്രൻസുകൾ നമ്മൾ കൂടുതൽ ലാസ്റ്റിങ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഈ ഏതൊരു ഫ്രഷ് ഫ്രാഗ്രൻസ് നമ്മൾ എടുത്തു നോക്കിയാലും അതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 to 5 hours മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ചും ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് വളരെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഫ്രാഗ്രൻസുകൾ അധികം ലാസ്റ്റ് ചെയ്യാത്തത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് അമേസിംഗ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഹാർമണിയാണ്. ഈ ഒരു പാക്കേജിങ് നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ്നെസ്സിൻ്റെ ഫീൽ വരുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബോട്ടിൽ വന്നിട്ട് നല്ല ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു ബോട്ടിലാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനൊക്കെ ഇതിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള, ഈ ബോക്സിലുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ഭംഗിയുള്ള ബോട്ടിലും അതേപോലെ ബോക്സുമാണ്. ഇതൊരു സിട്രസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അതായത് സിട്രസ്, ലെമൺ, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ആണ് ഇതിൻ്റെ ടോപ്പ് നോട്ട്സ് ആയിട്ട് വരുന്നത്. പിന്നെ മിഡിൽ നോട്ടായിട്ട് സാൻഡൽവുഡ്, പിന്നെ അതേപോലെ ബേസ് നോട്ടായിട്ട് ആംബർ, ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന നോട്ട്സ് എന്ന് പറഞ്ഞാൽ. ശരിക്കും നമുക്കൊരു ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി നമുക്കൊരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. ഒരു ഫ്രാഗ്രൻസ് നമ്മൾ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്രാഗ്രൻസ് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ഹാർമണി പെർഫ്യൂം ഏകദേശം ലാസ്റ്റ് ചെയ്യുന്നത് 4 to 5 hours ആണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് ഫ്രാഗ്രൻസ് മാക്സിമം 5 hours ഇത് ലാസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇൻഡോറിൽ നമുക്കൊരു 4 to 5 hours ഈ ഒരു ഫ്രാഗ്രൻസ് ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ബിലോ 50 dirhams ഉള്ളൂ. അപ്പോൾ ആർക്കും ഇത് ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് എവിടെയൊക്കെ കിട്ടുന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾക്കും സ്വന്തമാക്കാം. അപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസ് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ജെന്യുവൻ അഭിപ്രായങ്ങൾ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബായ്.